ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പം നമുക്കിന്ന് നമ്മുടെ പാചക വിശേഷങ്ങളും മറ്റു കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം. പിന്നെ മഴയൊക്കെ ഇപ്പോൾ അല്പം കുറഞ്ഞിട്ടുള്ള സമയമാണല്ലോ. പാചകത്തിനിടയ്ക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കാം. പാചകവും വാചകവും ഒരുമിച്ച് കൊണ്ടുപോവാം അല്ലേ? അപ്പം ഞാൻ എൻ്റെ രാവിലത്തെ പാചകത്തിലേക്കൊക്കെ കിടക്കട്ടെ. ചായ ഉണ്ടാക്കണം, പലഹാരം ഉണ്ടാക്കണം, പിന്നെ നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ ഞാൻ എൻ്റെ പാചക വിശേഷങ്ങളുടെ കൂടെ മറ്റു കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ഒരു സ്റ്റൂ ആണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ നമ്മൾ ദോശയ്ക്കുള്ള മാവൊക്കെ ഇളക്കി റെഡിയാക്കണുണ്ട്. ഇനി നമുക്ക് സ്റ്റൂവിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. ഞാൻ അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് കപ്പയും ഉരുളക്കിഴങ്ങും സവോളയും പച്ചമുളകും ഇഞ്ചിയും ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്റ്റൂ ഉണ്ടാക്കാം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നമ്മുടെയൊക്കെ ലൈഫിൽ കുറേ സങ്കടങ്ങളും കുറച്ച് സന്തോഷങ്ങളും മാത്രമല്ലേ എല്ലാവർക്കും ഉള്ളത്. നമ്മളെപ്പോഴും വിചാരിക്കും ഇന്നിപ്പോൾ ഭയങ്കര സന്തോഷിക്കാം, അല്ലെങ്കിൽ ഇന്നിങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും. പക്ഷേ അന്ന് നമുക്ക് നമ്മളാ വിചാരിച്ച കാര്യം പോലത്തെ ഒരു കാര്യമാവില്ല നടന്നിട്ടുണ്ടാവുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്കന്ന് സംഭവിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണ് പലപ്പോഴും നമ്മളുടെ ഓരോ ദിവസങ്ങളും നമുക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല. നമ്മൾ സങ്കടമാണെങ്കിൽ സങ്കടം, സന്തോഷമാണെങ്കിൽ സന്തോഷം എന്ന വഴിക്ക് നമ്മളങ്ങനെ ജീവിച്ചു പോകും. നമുക്കൊക്കെ നമ്മുടെയൊക്കെ ബന്ധങ്ങൾക്കൊക്കെ ഇടയിൽ എപ്പോഴും വേണ്ടത് എന്താണെന്ന് അറിയോ? പരിഗണനയാണ്. ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവിന് ഒരു പരിഗണന കൊടുക്കൽ, അങ്ങനെ മക്കൾക്ക് പരിഗണന കൊടുക്കൽ, ഭർത്താവ് ഭാര്യയെ പരിഗണിക്കൽ, മക്കളെ പരിഗണിക്കൽ, നമ്മുടെ ചുറ്റിലുള്ളവരെയൊക്കെ നമ്മൾ അവരായിട്ട് കണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമല്ലേ കുടുംബ ബന്ധങ്ങളിലൊക്കെ അതാത് കാര്യങ്ങൾ അതിൻ്റെ രൂപത്തിൽ ഭംഗിയിലൊക്കെ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. പലപ്പോഴും പല ബന്ധങ്ങളിലും കാണുന്നതാണ് ആരും ശ്രദ്ധിക്കപ്പെടാനോ ശ്രദ്ധിക്കാനോ ഒന്നിനും ആർക്കും സമയമില്ല. അപ്പോൾ ആരുടെയും കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ എന്താണ് അവിടെയൊക്കെ ബന്ധങ്ങളിൽ തകർച്ചയാണ് വന്നു പോണത്. നമ്മളെപ്പോഴും വേണ്ടത് എന്താണ്? എല്ലാവരെയും അവർക്കനുസരിച്ചുള്ള ഒരു പരിഗണന കൊടുത്ത് നമ്മൾ കൂടെ നിർത്തി കൊണ്ടുപോകണം. ഇപ്പോൾ അച്ഛനാണ്, അമ്മയാണ്, മക്കളാണ് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളിൽ നമ്മൾ അവർക്കനുസരിച്ച മൂല്യവും പ്രാധാന്യമൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ബന്ധങ്ങളിൽ അതിൻ്റേതായ ഒരു ശക്തി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, പലരും പല പോലെ കാര്യങ്ങൾ ചെയ്തു പോകുമ്പോൾ ആർക്കും ജീവിതത്തിനോട് അല്ലെങ്കിൽ കുടുംബത്തിനോടൊന്നും ഒരു അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഓരോരുത്തരും അന്നന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ട് ജീവിച്ചു തീർക്കും എന്ന് മാത്രം. നമ്മൾ ബന്ധങ്ങളിൽ എപ്പോഴും നമ്മൾ എല്ലാവരെയും, നമ്മുടെ കുടുംബത്തിനകത്തുള്ള എല്ലാവരെയും അവർക്കനുസരിച്ച് പരിഗണന കൊടുത്ത് മുന്നോട്ട് പോകുക. എപ്പോൾ പരിഗണന അവസാനിച്ച് തുടങ്ങുന്നോ അന്ന് മുതൽ ആ ബന്ധവും അകലാൻ തുടങ്ങും. നമ്മൾ ഓരോരുത്തരെയും അതിൻ്റെതായ രൂപത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ അവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോവുകയേ ചെയ്യുള്ളൂ. ഇപ്പോൾ ഹസ്ബൻഡും വൈഫുള്ള ബന്ധങ്ങളിൽ ആ പരസ്പരം ഉള്ള ആ സ്നേഹവും കരുതലും പരിഗണനയൊക്കെ അവർ കാണിച്ചിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സുകൾക്ക് തമ്മിൽ ഒരു അകൽച്ച തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മുടെ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ ഉള്ള ആളുകളെയൊക്കെ നമ്മൾ അതുപോലെ കണ്ട് മുന്നോട്ട് പോകണം. ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അവരവരുടെ വഴിയിൽ ജീവിച്ചോളും, അല്ലെങ്കിൽ ഇവർക്കനുസരിച്ച് ജീവിച്ചോളും എന്നൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഓരോ ആൾക്കും അയാൾ അർഹിക്കുന്ന അല്ലെങ്കിൽ അവരർഹിക്കുന്ന തരത്തിലുള്ള പരിഗണന കൊടുക്കണം. അത്തരം പരിഗണന കൊടുക്കാത്തപ്പോഴാണ് പലരും ഒരു സ്നേഹപ്രകടനം അല്ലെങ്കിൽ സ്നേഹത്തോടുള്ളൊരു വാക്കുകളോ ഒന്നും പറയാതെയൊക്കെ ഇങ്ങനെ വിട്ട് പോകണതിൻ്റെ കാര്യം. നമ്മൾക്ക് എല്ലാവരും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എല്ലാവരോടും സ്നേഹമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ പെരുമാറാൻ ശ്രമിക്കണം. നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എല്ലാവരുടെ ലൈഫിലും എപ്പോഴും ഉണ്ടാവും. പക്ഷേ അത് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും സങ്കടപ്പെട്ടിരുന്നിട്ടോ അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതൊക്കെ അവിടെ തീർന്നു. നമ്മൾ മറ്റു കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓരോ കാര്യങ്ങളും അവിടെ തീർന്നു എന്ന് തന്നെ വിചാരിക്കുക. പിന്നെ അതും മനസ്സ് പേറിക്കൊണ്ട് ദിവസങ്ങൾ തള്ളി നീക്കുമ്പോഴാണ് നമുക്ക് ഒന്നിനോടും ഒരു ഉന്മേഷത്തോട് കൂടിയിട്ട് ഇടപെടാൻ സാധിക്കാതെ പോകുന്നത്.
നമ്മുടെ ലൈഫിൽ എപ്പോഴും സന്തോഷം വേണം എന്ന് മാത്രം എല്ലാവരും ചിന്തിക്കുക. അപ്പോൾ സങ്കടങ്ങളൊക്കെ മാറ്റി നിർത്തുക, സന്തോഷത്തെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം. ജീവിതമല്ലേ, നമുക്ക് അങ്ങനെ പല സംഭവങ്ങളും വന്നു പോകും. അതൊന്നും ഇപ്പോൾ നമ്മൾ ഓർത്തുകൊണ്ട് ഇരുന്നാൽ നമുക്ക് നാളെക്കുറിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മടുപ്പല്ലേ ഫീൽ ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ അതിനെ നഷ്ടങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിനൊരു സുഖം ഉണ്ടാവില്ല. എപ്പോഴും നമ്മൾ ഈ നഷ്ടങ്ങളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും തോന്നുന്നൊരു ഫീൽ എന്താണ്? നെഗറ്റീവായിട്ടാണ്. അപ്പോൾ നമ്മൾ സാരമില്ല, ഇതൊക്കെ മാറും, ഇതൊക്കെ ഇത്രയല്ലേ വന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കുറേ നേരം പാചകം അടിച്ചു. അതിനിടയ്ക്ക് എൻ്റെ പാചക പരിപാടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മൾ സ്റ്റൂ ഉണ്ടാക്കി, ദോശ കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട്. ഉരുളക്കിഴങ്ങും കപ്പയും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലിലാണ് കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുത്തത്. വെന്തതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി സ്റ്റൂ റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാം നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണത്. അപ്പോൾ ചെയ്യാത്തവരൊക്കെ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞ് വെക്കണമെന്ന് മാത്രം അല്ലേ വേണ്ടുള്ളൂ, അല്ലാത്ത ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല തിക്കായിട്ട് തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം നിങ്ങളോട് സംസാരിക്കാം. നമ്മുടെ ലൈഫിലുള്ള തോൽവികളെക്കുറിച്ചൊക്കെ നമ്മൾ എപ്പോഴും വിഷമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. തോറ്റുപോയി എന്ന് ചിന്തിക്കുന്നിടത്തല്ല, ഞാൻ എത്രമാത്രം വിജയിച്ചു എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ് ആവുന്നത്. തോൽവികളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്നാൽ നമുക്കൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മളെപ്പോഴും നെഗറ്റീവായി പോകുന്നത് എന്താണ്? നമ്മുടെ പരാജയങ്ങളാണ് നമ്മളെ നെഗറ്റീവിലേക്ക് തള്ളിവിടുന്നത്. നമ്മളപ്പോൾ ആ ഒരു മോശം കാര്യത്തെക്കുറിച്ച് മാത്രമാണ് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ നമ്മൾ തോറ്റിട്ടില്ല, ഞാൻ ഇതൊരു ചെറിയൊരു പരാജയം മാത്രമാണ് എന്നുള്ളത് അത്രമാത്രം ചിന്തിക്കുക. ചിലപ്പോൾ എന്താണ്, നമ്മൾ വൻ പരാജയത്തിലാവും ചിലപ്പോൾ ചെന്ന് വീണിട്ടുണ്ടായിരിക്കുക. നമുക്ക് ഒരുപാട് നഷ്ടങ്ങളായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഇതൊക്കെ ഏറ്റവും ചെറുതല്ലേ എന്ന് മാത്രം ചിന്തിക്കുക. ഇനി ഇതിലും വലുതാണ് വന്നിട്ടുള്ളത് വെച്ചെങ്കിൽ അതും നമ്മൾ സഹിക്കണ്ടേ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു പോസിറ്റീവ് നമുക്കതിനിടയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ലൈഫ് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ഊർജം തീർച്ചയായിട്ടും വരും. വന്നതെല്ലാം ചെറുത് എന്ന് ചിന്തിക്കുക. ഇതിലും വലുതാണ് വന്നിട്ടുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് അപ്പോൾ ആ ഒരു ചിന്ത നമ്മളെ തീർച്ചയായിട്ടും നമ്മളുടെ നെഗറ്റീവിനെ മാറ്റി നിർത്തും. പലർക്കും എന്താണ്, ഓരോ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴും അതൊന്നും സഹിക്കാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോഴാണ് എല്ലാവരും പരാജയപ്പെട്ട് പിന്നോട്ട് പോകണത്. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സാരമില്ല, ഇതിലും വലുത് വന്നാൽ ഞാൻ എന്ത് ചെയ്യും എന്നും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ അല്ലേ. നമ്മൾ ഇതൊക്കെ ചിന്തിച്ചും ആലോചിച്ചാലും നമുക്ക് ചിലപ്പോഴൊക്കെ സങ്കടവും വിഷമമൊക്കെ ഉണ്ടാവും. അതൊക്കെ പോട്ടെ, ഏതായാലും ഞാൻ എൻ്റെ ഉച്ചയൂണിനുള്ള ബാക്കി കാര്യങ്ങളും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് കറിക്കുള്ള സംഭവങ്ങളാണെന്ന് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊരു സാമ്പാറാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് വേണ്ട കഷ്ണങ്ങളും ഒക്കെയാണ് മുറിച്ച് ചേർക്കണത്. പിന്നെ ഇന്ന് ഞാൻ പാചകമൊക്കെ തീർത്തിട്ട് മറ്റ് ജോലികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ചിലപ്പോൾ ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ തീർത്ത് വെച്ചിട്ടാണ് ഉച്ചയൂണിനുള്ള കറികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വരാറ്. ഇന്ന് ആദ്യം പാചകം ഫുള്ളായിട്ടാണ് തീർക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ചോറ് ഇപ്പോൾ അതിൻ്റെ കൂടെ ആയി. ഇനി സാമ്പാറും കൂടി വെക്കണം. പിന്നെ ഒരു തോരനും കൂടെ ഉണ്ടാക്കണം. ഇന്നിപ്പോൾ നോണൊന്നുമില്ല, അപ്പോൾ വെജ് മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പടം, അച്ചാർ, സാലഡ്, ഇത്രയൊക്കെയാണ് വിഭവങ്ങളുള്ളൂ. അപ്പോൾ പിന്നെ അതൊപ്പം തീർത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പപ്പടം ഊണ് കഴിക്കണതിൻ്റെ മുന്നെയാണ് കാച്ചിയെടുക്കുള്ളൂ. അപ്പോൾ കറിയും തോരനൊക്കെ ഉണ്ടാക്കി വെക്കണം. ഇന്ന് കുറച്ച് ജോലികൾ വേറെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ പാചകം തീർത്ത് കഴിഞ്ഞ് അതിനങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്.
ഓരോ ദിവസവും നമ്മൾ ഓരോ മാതിരിയല്ലേ നമ്മുടെ ദിവസം കടന്നു പോണത്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സംഭവിച്ചു പോണത്. നമ്മൾ വേറെ വേറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻവോൾവ് ആവേണ്ട സംഗതികൾ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ വിചാരിച്ച ജോലികളല്ല, അതിനപ്പുറത്തെ ജോലികളുണ്ടാവും. ചിലപ്പോൾ വിചാരിച്ച ജോലി അത് ചിലപ്പോൾ ചെയ്യാതെയും പോവും. അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും. അപ്പോൾ ഞാൻ അടുക്കളയിലെ പാചകമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഞാൻ പുറത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ മുറ്റത്തിനടുത്ത് നിൽക്കുന്ന പപ്പായ മരം, നമുക്ക് ഒരു കൂട്ടത്തിൽ തന്നെ കുറച്ച് വാഴ നിൽക്കണേൽ 3 കൊല ഒന്നിച്ച് വന്നിട്ടുണ്ട്. 3 വാഴയിലായിട്ട് ഒരു കൂട്ടത്തിൽ നിൽക്കണം 3 വാഴയും കൊലച്ചതാണ്. അപ്പോൾ മൈസൂർ കൊലയാണ് കേട്ടോ. അപ്പോൾ മൂക്കുന്നതേ ഉള്ളൂ, ചിലത് ഇപ്പോൾ വിരിഞ്ഞിട്ടേ ഉള്ളൂ. 2 എണ്ണം ഏകദേശം ആവാനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റിനുള്ള വിശേഷങ്ങൾ. ഇപ്പോൾ ആകാശമൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട്, വെയിൽ അത്യാവശ്യം വന്നിട്ടുണ്ട്. വെയിൽ 2 ദിവസം ആയിട്ടേ ഉള്ളെങ്കിലും കൂടിയിട്ട് നമ്മൾ ചെടികളൊക്കെ നന്നായി പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് കുറച്ച് വളമൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു. അതൊക്കെ ഇപ്പോൾ ചെടി വലിച്ചെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെടികളിലൊക്കെ പൂവുണ്ട്. ഇതുവരെ മുരടിച്ച് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വളം ചേർത്തതുകൊണ്ടാണ് കുറച്ച് പൂവൊക്കെ കാണാനുള്ളത്. മഴ അടച്ച് പിടിച്ചപ്പോൾ ഒട്ടും ചെടിയിൽ പൂവുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെയിൽ വന്നപ്പോൾ പൂവിടാൻ തുടങ്ങുന്നുണ്ട്. റോസൊക്കെ ഞാൻ കൊമ്പ് കോതി കൊടുത്തിട്ട് ഇപ്പോൾ മുട്ടായി നിൽക്കുന്നുണ്ട്. എല്ലാ ചെടികളിലും ഇപ്പോൾ പൂവുണ്ട്. ഓർക്കിഡൊക്കെ നല്ല പൂവിട്ടിട്ടുണ്ട്. പിന്നെ ബാൾസം ചെടികളാണ് കേട്ടോ. ഒരു 5-6 ചട്ടിയിലൊക്കെ ഞാൻ ബാൾസം പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഓർക്കിഡ് ഒരു 5-6 ചട്ടിയിലുണ്ട്. ഒരു 4 വെറൈറ്റി ഉണ്ട് എൻ്റെ കയ്യിൽ. അങ്ങനെ പല പല ചെടികൾ. ഇതൊക്കെ ഇപ്പോൾ ഞാൻ നാളെ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ നിന്നും എൻ്റെ വീട്ടിൽ നിന്നും കൂടി കുറച്ച് ചെടികളൊക്കെ പിന്നെയും കൊണ്ടുവന്ന് വെച്ചതാണ്. ഇതൊക്കെ പിന്നെ ഇവിടെ ഉള്ള ചെടികൾ തന്നെയാണ്. ഇതിനൊക്കെ ഒന്ന് റീപോർട്ട് ചെയ്തു. അങ്ങനെയൊക്കെ കുറേ മാറ്റങ്ങൾ